ഹായ് എല്ലാവർക്കും ന്യൂമിസ്മാറ്റിക്സ് ഫിലാറ്റ്ലി ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് തിരുവിതാംകൂർ സ്റ്റേറ്റ് 1915 പുറത്തിറക്കിയ 4 കാശ് എന്നറിയപ്പെടുന്ന ഡിഫറെൻറ്റ് ടൈപ്പായിട്ട് വരുന്ന ഒരു ഡിസൈനിൽ തന്നെ പുറത്തിറക്കിയ തിരുവിതാംകൂർ സ്റ്റേറ്റിലെ ഒരു സ്റ്റാമ്പാണ്. അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസിൽ ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള സ്കാസ് കാറ്റഗറി വരുന്ന സ്റ്റാമ്പാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നമ്മുടെ ഒരു ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റാമ്പൊന്ന് പരിചയപ്പെടാം. അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടാവുന്ന സ്റ്റാമ്പ് ഈ ഒരു സ്റ്റാമ്പാണ്. തിരുവിതാംകൂർ സ്റ്റേറ്റ് പുറത്തിറക്കിയ 1915 പുറത്തിറക്കിയ 4 കാശ് എന്നറിയപ്പെടുന്ന സ്റ്റാമ്പാണ്. അത്യാവശ്യം മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസിൽ ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള സ്റ്റാമ്പാണ്. അപ്പോൾ ഈ ഒരു സ്റ്റാമ്പ് പുറത്തിറക്കിയിരിക്കുന്ന 1915 പുറത്തിറക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റാമ്പിൻ്റെ സൈസ് വരുന്നത് 23x29 mm ആണ്. ഇപ്പോൾ നമ്മൾ നാണയങ്ങളുടെ സൈസ് പോലെ തന്നെ സ്റ്റാമ്പുകൾക്കും നമുക്ക് സൈസുകളുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റാമ്പിൻ്റെ സൈസ് വരുന്നത് 23x29 mm ആണ്. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റാമ്പ് നിർമ്മിച്ചിരിക്കുന്ന വോവ് പേപ്പർ എന്നറിയപ്പെടുന്ന ഒരു പേപ്പറിലാണ് ഈ ഒരു സ്റ്റാമ്പ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ മുന്നേ ഉള്ള നമ്മളെ വീഡിയോയിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റാമ്പുകൾ പ്രിൻറ്റ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ടൈപ്പിൽ വരുന്ന പല പേപ്പറിലാണ് സ്റ്റാമ്പ് പ്രിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റാമ്പ് പ്രിൻറ്റ് ചെയ്തിരിക്കുന്ന പേപ്പർ എന്ന് പറയുമ്പോൾ വോവ് പേപ്പർ എന്ന് പറയുന്ന സ്റ്റാമ്പിലാണ് ഈ ഒരു സ്റ്റാമ്പ് പ്രിൻറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു സ്റ്റാമ്പിൻ്റെ നിറം വരുന്നത് പിങ്ക് കളറായിട്ടാണ് ഈ ഒരു സ്റ്റാമ്പ് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കിവിടെ നോക്കിയാൽ ഈ ഒരു വീഡിയോയിൽ തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലായി ഒരു സ്റ്റാമ്പിൻ്റെ കളർ പിങ്ക് കളറാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റാമ്പിൻ്റെ വാല്യൂ നമുക്കിവിടെ താഴെ കൊടുത്തിട്ടുണ്ടായിരിക്കും. നമുക്ക് ഏറ്റവും താഴെ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ലെഫ്റ്റ് സൈഡ് 4 എന്നും റൈറ്റ് സൈഡ് കാശ് എന്നും മലയാള അക്ഷരത്തിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഏറ്റവും മോൾ ഭാഗത്തായിട്ട് 4 എന്നുള്ള ഇംഗ്ലീഷ് അക്ഷരം, റൈറ്റ് സൈഡ് നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ക്യാഷ് എന്നും കൊടുത്തിട്ടുണ്ടായിരിക്കും. സെൻറ്ററായിട്ട് നമ്മുടെ തിരുവിതാംകൂർ സ്റ്റേറ്റിൻ്റെ ആ ഒരു എംബ്ലം ശംഖുമുദ്ര ഇവിടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഏറ്റവും മോൾ ഭാഗത്തായിട്ട് ലെഫ്റ്റ് സൈഡ് ട്രാവൻകൂർ എന്നും റൈറ്റ് സൈഡ് ഈ ഒരു ഭാഗത്ത് അഞ്ചൽ എന്നും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അഞ്ചലെന്ന് നമ്മൾ സൂചിപ്പിക്കുന്നത് പോസ്റ്റൽ സർവീസിനാണ് പണ്ട് കാലത്ത് അഞ്ചലെന്ന് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ അഞ്ചലെന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഏറ്റവും താഴെ ലെഫ്റ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് തിരുവിതാംകൂർ എന്ന് മലയാള അക്ഷരത്തിലും റൈറ്റ് സൈഡ് ഇവിടെ അഞ്ചലെന്ന് മലയാള അക്ഷരത്തിലും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു സ്റ്റാമ്പിൻ്റെ മുൻവശം വരുന്ന ഡീറ്റെയിൽസ്. അപ്പോൾ സ്റ്റാമ്പിൻ്റെ പുറകുവശം നമുക്ക് ഏതൊരുവിധ ഡീറ്റെയിൽസ് തന്നെയില്ല, യൂണിഫൈസ് ആയിട്ടുള്ള ഒരു ഇതാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റാമ്പിൻ്റെ സെൻറ്ററായിട്ട് നമുക്ക് ശംഖുമുദ്ര കൊടുത്തിരിക്കുന്ന ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഒരു ഒരു സർക്കിളിനകത്തായിട്ടായിരിക്കും ഈ ഒരു ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു സ്റ്റാമ്പിൻ്റെ മുൻവശം വരുന്ന ഡീറ്റെയിൽസ്. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റാമ്പ് നമ്മുടെ തിരുവിതാംകൂറിലെ മറ്റ് സ്റ്റാമ്പുകളൊക്കെ നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആ ഒരു സ്റ്റാമ്പുകളൊക്കെ എടുത്ത് നോക്കുക. മറ്റ് സ്റ്റാമ്പുകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഷേപ്പിലാണ് ഈ ഒരു സ്റ്റാമ്പ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റാമ്പിന് മറ്റ് സ്റ്റാമ്പുകളെക്കാളും ഒരു വെറൈറ്റി ഉണ്ട്. നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റാമ്പാണ്. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റാമ്പിൻ്റെയൊക്കെ ഒരു ലോട്ടായിട്ടുള്ള ഒരു സെറ്റൊക്കെ നമുക്ക് നമ്മുടെ മാർക്കറ്റിൽ നിന്ന് കിട്ടുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. എൻ്റെ കളക്ഷനിൽ തന്നെ ഏകദേശം ഒരു 5-6 സ്റ്റാമ്പ് മാത്രമാണ് നല്ല കണ്ടീഷനിൽ വരുന്ന സ്റ്റാമ്പായിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സ്റ്റാമ്പിൻ്റെയൊക്കെ മിൻറ്റ് കണ്ടീഷൻ വരുന്ന സ്റ്റാമ്പുകൾക്കൊക്കെ അത്യാവശ്യം മാർക്കറ്റിൽ നല്ലൊരു പ്രൈസ് തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതുപോലുള്ള സ്റ്റാമ്പുകളൊക്കെ നല്ലൊരു കണ്ടീഷൻ സ്റ്റാമ്പ് കിട്ടുവാണെങ്കിൽ നമ്മുടെ കളക്ഷനിലേക്ക് മേടിച്ച് ആഡ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റാമ്പിൻ്റെ മാർക്കറ്റ് വാല്യൂ, അതായത് ഈ ഒരു 4 കാശ് എന്നറിയപ്പെടുന്ന തിരുവിതാംകൂറിലെ ഈ ഒരു സ്റ്റാമ്പിൻ്റെ മാർക്കറ്റ് വാല്യൂ ഇപ്പോൾ ഏകദേശം നല്ലൊരു കണ്ടീഷൻ സ്റ്റാമ്പിന് 100 രൂപ മുതൽ, അതായത് 100 രൂപ മുതൽ നമുക്ക് ഇതുപോലുള്ള നല്ലൊരു കണ്ടീഷൻ സ്റ്റാമ്പിന് സ്റ്റാർട്ടിങ് തുടങ്ങുന്നതാണ്. 100 രൂപ മുതൽ 200 രൂപ, 225 രൂപ, 250 രൂപയൊക്കെ മാർക്കറ്റ് വാല്യൂ വരുന്നുണ്ട്. ഞാനിങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പിൽ വില പറയാൻ കാരണം എന്തെന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ ഡിഫറെൻറ്റ് ടൈപ്പിലാണ് സ്റ്റാമ്പുകളുടെയൊക്കെ വില വരുന്നത്. നല്ല കണ്ടീഷൻ സ്റ്റാമ്പിന് അതിനനുസരിച്ച് പോകും. പിന്നെ പല ഡീലേഴ്സിൻ്റെ ഓരോരോ റേറ്റുകൾ അനുസരിച്ചാണ് സ്റ്റാമ്പുകളുടെ വില കൂടുന്നതും കുറയുന്നതും. ഓരോരുത്തരും പല ഡിഫറെൻറ്റ് ടൈപ്പിലാണ് വാല്യൂസും സെയിലിന് വിലകൾ വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് സ്റ്റാമ്പിൻ്റെ വില വരുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള സ്റ്റാമ്പിൻ്റെ നല്ലൊരു മിൻറ്റ് കണ്ടീഷൻ സ്റ്റാമ്പിന് അത്യാവശ്യം നല്ലൊരു മാർക്കറ്റ് വാല്യൂ വരുന്നതാണ്. മിൻറ്റ് കണ്ടീഷൻ സ്റ്റാമ്പിൻ്റെ കളക്ഷനിൽ ആഡ് ആയിട്ടില്ല. തീർച്ചയായും ആ ഒരു സ്റ്റാമ്പ് വന്നു കഴിഞ്ഞാൽ ഞാനൊരു വീഡിയോ ചെയ്ത് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ കളക്ഷനിലിരിക്കുന്ന ഒരു സ്റ്റാമ്പാണ് 4 കാശ് എന്നറിയപ്പെടുന്ന തിരുവിതാംകൂറിലെ ഈ ഒരു സ്റ്റാമ്പ്. അപ്പോൾ 1915 ഇറങ്ങിയ ഈ ഒരു സ്റ്റാമ്പിനൊക്കെ മാർക്കറ്റിൽ ഇപ്പോൾ അത്യാവശ്യം വില കുറഞ്ഞ രീതിയിലൊക്കെ നമുക്ക് സംടൈംസ് ഒക്കെ നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ കളക്ഷനിൽ ഈ ഒരു സ്റ്റാമ്പ് ആഡ് ആയിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇതുപോലുള്ള സ്റ്റാമ്പുകൾ കിട്ടുവാണെങ്കിൽ മേടിക്കുക, നിങ്ങളുടെ കളക്ഷനിൽ ആഡ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കളക്ഷനിലൊക്കെ ഈ ഒരു സ്റ്റാമ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും നമ്മുടെ ഒരു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.